വീട്ടിലെല്ലാവരും കൂടി ഒന്ന് പുറത്ത് ചുറ്റാൻ പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെഡിയാവുന്നതിൻ്റെ ഫസ്റ്റ് ഘട്ടമാണ് എൻ്റെ ഈ മുടി ഒതുക്കുക എന്ന് പറഞ്ഞത്. ഇഷ്ടം പോലെ ബേബി ഹെയർസ് ഉണ്ട്. ജാനിക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഒരുങ്ങാനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും എല്ലാവരും റെഡിയായി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ പോകുന്നത് തിരുവല്ല ഫെസ്റ്റിനാണ്. ഭയങ്കര റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകപ്പാട് ആ സ്മെല്ലിലൊക്കെ ഞാൻ അങ്ങോട്ട് ഇല്ലാതായിപ്പോയി. പക്ഷേ ജാനിക്കുട്ടി നല്ല വൃത്തിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മൃഗങ്ങളെയും കിളികളെയും ഒന്നും ഇത്ര അടുത്ത് ജാനിക്കുട്ടി ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് നടന്നു. പിന്നെ അവിടുത്തെ പൂച്ചയൊക്കെ മിക്ക പൂച്ചയല്ല കേട്ടോ ഇപ്പം കണ്ടത്. അങ്ങനെയുള്ള മിക്ക മൃഗങ്ങളും ഇവിടെ തളർന്ന് കിടക്കുവാണ്. എനിക്കറിയത്തില്ല, ചൂടിൻ്റെയൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ സൂവ് കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിലും ഒക്കെ അടുത്ത് കാണിക്കണമെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ അടുത്ത് പോകണമല്ലോ. പിന്നെ ഇഷ്ടംപോലെ പാമ്പിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പോലെ തന്നെ കാണാൻ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി. അങ്ങനെ ഞങ്ങൾ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു ഷോപ്പിംഗ് സെക്ഷനിലോട്ട് പോയി. എന്തായാലും ഇപ്രാവശ്യം ഒരു തരത്തിലുള്ള തിരക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് പുഷ്പമേള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റ് തീരെ തിരക്കില്ലാതെ കാണുന്നത് കേട്ടോ. ഞങ്ങളൊരു 4:30 ആയപ്പോൾ പോയായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്ന് ഞങ്ങൾ കുറേ കാശ് അങ്ങോട്ട് കളഞ്ഞു. കുറേ സാധനം എറിഞ്ഞ് വീഴ്ത്താൻ നോക്കി, ഒന്നും വീണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാശ് മൊത്തം നഷ്ടം. ഇനി എന്തായാലും ഒരു റൈഡിലൂടെ കയറിയേക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞ് മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ചുറ്റും നോക്കിയും എൻജോയ് ചെയ്തും ആൾ അടിപൊളിയായിട്ട് ആ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ചെറിയ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലിറങ്ങി നേരെ ഒരു ഓൺലൈൻ തട്ടുകട, നമ്മുടെ മുത്തൂരനുള്ളൊരു തട്ടുകടയിൽ പോയിട്ട് അവിടുന്ന് കാടമുട്ട റോസ്റ്റും അതുപോലെ തന്നെ മുട്ട ബജിയും ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇത്രയുള്ള നമ്മുടെ ഒരു ചെറിയ കറക്കം വ്ളോഗ്. പോയത് മൊത്തത്തിലൊരു നഷ്ടത്തിലായിരുന്നെങ്കിലും ഫാമിലി ഫുള്ളായിട്ടുണ്ടായിരുന്നുകൊണ്ട് സന്തോഷമായിരുന്നു.